അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ ബൂന്തോं के पलकों में आई आके समा के खो जाए. ചുമ്മാ സ്ക്രാച്ച് ട്രാക്ക് പാടി വെച്ചത് ഹിന്ദി അല്ലായിരുന്നു, അങ്ങനെയായിരുന്നു. അതിൽ ഞാൻ ദൂരെയോ എന്നുള്ള പോലെ പാടിക്കണം. ദാറ്റ് ഇസ് ബിക്കോസ് ഈ റൂബറൂല് എ റഹ്മാൻ റൂബറൂ എന്നുള്ള ലൈൻ മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഐ എം ഡൂയിങ് സംതിങ് സിമിലർ എന്നുള്ള സാധനം. കരുതുമളവിലും ഏറെ അരുളിയോ അനുരാഗമെന്നുയിരിൽ നീ ആണ് ലിറിക്സ് ശരിക്കും. കരുതും അളവിലും ഏറെ ഇരുളിയോ എന്നാ ഞാൻ പാടി. ഇറ്റ് മേക്സ് നോ സെൻസ്. അവിടെ ഏറെ അരുളിയോ അനുരാഗം എന്നുയരുന്നതാണ്. പക്ഷെ എന്തോ ഞാൻ ആ സമയത്ത് അങ്ങനെ പാടി പോയി. മുത്തച്ചിപ്പിയോ എന്റെ വിഷ്വൽ ഫൈനലി ഞാൻ കണ്ടിട്ട് വിനീതനോട് പറഞ്ഞു, വിനീതേട്ടൻ ഇത് ഒട്ടും വർക്ക് ആവുന്നില്ല, ഈ വോയിസ് സെറ്റ് ആവുന്നുണ്ടോ, നിവിനേട്ടൻ ഈ വോയിസ് ആണോ വർക്ക് ആവുന്നതെന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയം. കാരണം പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ഇനി എന്താണ് ഒരു 10 വർഷം മുന്നിൽ കാണുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ലൈഫിൽ? ഈ വീഡിയോ എനിക്കൊരു എന്താ പറയാ ഫ്യൂച്ചറിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആവട്ടെ. ഇപ്പാണ് ലൈവ് നമ്മൾ വേറെ അറേഞ്ച്മെന്റ് ഒക്കെയാ ചെയ്യാറ്, കുറച്ചുകൂടെ ഒരു ഡാൻസ് പോപ്പ് അങ്ങനത്തെ ഒരു കോഡ്സ് ഒക്കെ വെച്ചിട്ട് ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കിക്ക് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനത്തിൽ നമ്മള് ലൈവില് ചെയ്യാറ്. മൂക്കരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം, അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതെ. വാതിൽ മെല്ലെ തുറന്ന് ക്ലബ് ഫോമിന്റെ മാന്യ മഹാ ഓഡിയൻസിലേക്ക് എത്തിയിരിക്കുന്നത് ആരാ? നമ്മുടെ മുത്തുച്ചിപ്പി പോലെ വോയിസ് ഉള്ള സച്ചിൻ വാര്യർ. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ക്ലബ് എഫ്എം. കുറെ കാലത്തിന് ശേഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻവൈറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? കലക്കി, അടിപൊളി. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, മുത്തുച്ചിപ്പി അങ്ങ് പാടി തുടങ്ങിയാലോ? തട്ടത്തിൻ മറയത്തിലെ ആ മുത്തുച്ചിപ്പി. ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവും അണയും, ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടുമാശകൾ കാണുവാൻ മോഹമായി, പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളിപ്പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എൻ്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. എന്റെ പൊന്നേ, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു സ്റ്റോറി പറയട്ടെ. ഈ പാട്ട് കേട്ടപ്പോ ആക്ച്വലി ഞാനും എൻ്റെ ഹസ്ബൻഡും കോളേജ് പഠിക്കുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞിട്ടില്ല, കോളേജ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാട്ടിങ്ങനെ കേട്ടിട്ട് ആ വോയിസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അതുപോലെ തട്ടത്തിൻ മറയത്തെയാ, അയ്യോ അത് ഭയങ്കര. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് വിചാരിക്കുന്നുണ്ട്, അത് ഞാൻ വേറൊരു റേഡിയോയിൽ ജോലിക്കൊക്കെ കയറി, അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അന്നോട്ട് ഇന്റർവ്യൂ എടുക്കണം, അല്ലെങ്കിൽ നേരിട്ട് കാണണം എന്നൊക്കെ അവൾ വിചാരിക്കുന്നത്. ആ ഒരു വോയിസ് കൊണ്ട് ആളെ നേരിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ച ഒരാളാണ് കേട്ടോ. എന്നാലും ഫൈനലി എനിക്ക് കിട്ടിയിരിക്കുകയാണ്, അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊന്നും ഈ ഒരു സോങ്ങിന് ശേഷമാണോ പ്ലേ ബാക്ക് കാരിയർ ആക്ച്വലി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തത്? ദിസ് ഗേവ് മീ ദാറ്റ് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു മൊമെന്റം തരാന്ന് പറയില്ലേ. ഓണസ്റ്റ്ലി ആ മൊമെന്റം ആൻഡ് ആ ലേബിൾ എനിക്ക് ഇപ്പോഴും എൻ്റെ ഫേവറിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും ഈ പാട്ടാണ്. അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡും എന്താ പറയുക, അത് തന്നിട്ടുള്ളൊരു സ്വീകാര്യതയൊന്നും, അത് ദാറ്റ് ഇസ് സ്റ്റിൽ ദെയർ. ആ ലെവലിൽ തന്നെ അത് നിൽക്കുന്നുണ്ട് ഈവൻ ആഫ്റ്റർ 2012 എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് ബീൻ
14 years now. 14 years കഴിഞ്ഞിട്ടും ആ പാട്ടിന് ഇപ്പോഴും ഒരു സ്റ്റേജിൽ ഒരു ഹൈലൈറ്റ് സോങ് ആയിട്ട് പാടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴും അതിന് ആ പാട്ടിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. അതൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ട് വന്നൊരു പാട്ടാണ് ആക്ച്വലി. കാരണം ഞാൻ മലർവാടി ആർട്സ് ക്ലബിലാണ് ആദ്യം പാടിയത്, വിനീതേട്ടൻ്റെയും ഷാനേട്ടൻ്റെയും. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ കൂടെ ഷോസും ടൂർസും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകുമ്പം അവരെപ്പോഴും ഒരു സമയത്ത് പറഞ്ഞു അവർ അടുത്ത ചെയ്യുന്ന സിനിമയിലൊരു പാട്ട് സച്ചിൻ എന്തായാലും പാടുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അവർ ആ കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ അവരിങ്ങനെ റാൻഡംലി പ്ലേ ചെയ്യുന്നുണ്ട്, കാറിലൊക്കെ പോകുമ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഈ തട്ടത്തിമരത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടുകൾ. അപ്പം അതിൽ ഈ പാട്ടാണെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ നാച്ചുറലി ഈ പാട്ടിലൊക്കെ കേട്ട് ഞാൻ എൻ്റെ ട്യൂണൊക്കെ പഠിച്ച് സെറ്റായിരിക്കുകയാണ് നാച്ചുറലി. അപ്പം പിന്നെ റെക്കോർഡിംഗ് വന്നപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് എക്സിക്യൂട്ടിങ് ഇറ്റ്. കാരണം ആ പാട്ടിൻ്റെ ട്യൂൺ എനിക്കറിയാം, അതിൻ്റെ ഫീൽ, അവർ സിറ്റുവേഷൻ എന്താണെന്നുള്ളതൊക്കെ പല സമയത്ത് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് റെക്കോർഡിംഗ് വാസ് ജസ്റ്റ് ലൈക്ക് എൻ എക്സിക്യൂഷൻ. എനിക്കൊന്ന് ആ പാട്ടിനോട് രമ്യ തമ്പീശിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ടറാണ്, പക്ഷെ ഒരുപാട് അങ്ങനെ പാടി നമ്മൾ ആ സമയത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് രമ്യ തമ്പീശൻ എന്ന് പറയുന്നത്? അത് ഈ പറഞ്ഞ ടൂർ തന്നെയാണ്. ഈ US-ൽ ഒരു 1 month ലോങ് ടൂർ ഉണ്ടായിരുന്നു, ഒരു ഷോസിന്റെ ഒരു ടൂർ പോലെ. അപ്പൊ അതില് വിനീതേട്ടനും ഷാനേട്ടനും സൈനോറയും ഞാനുമാണ് മ്യൂസിക് സെക്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ രമ്യ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടർ ആൻഡ് ഡാൻസർ ആൻഡ് മറ്റേ ഈ ചെറിയ സ്കിറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അങ്ങനെ വന്നതാണ്. ഓഫ് കോഴ്സ് ഒരു ഷീസ് വാട്ട് ഷീ ഈസ്, ആ ഒരു സ്റ്റേറ്റസ് ഉണ്ട്. പക്ഷെ ആസ് എ സിംഗർ എന്നുള്ള രീതിയിലല്ല ഈ ഷോയിലേക്ക് വന്നത്. പക്ഷേ പ്രാക്ടീസിന്റെ സമയത്ത് എപ്പോഴോ പറഞ്ഞു ഞാനും പാടും എന്ന് പറഞ്ഞപ്പം ഷാനേട്ടനും വിനീതേട്ടനും കൂടെ ഓക്കെ എന്നാ പിന്നെ ഒരു പാട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ആ സമയത്ത് എനിക്കൊന്ന് ആണ്ടേലോണ്ടെയാന്ന് തോന്നുന്നു ഇറങ്ങിയതോ ഇറങ്ങാനിരിക്കുന്ന സമയം അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതാണ് ആ സ്റ്റേജിൽ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ 18 സ്റ്റേജിലും രമ്യ ഈ പാട്ട് പാടി, ലൈവില് പാടി. അതിന്റെ ഇടയ്ക്ക് എപ്പോഴും ആണെന്ന് തോന്നുന്നു വിനീതേട്ടനും ഷാനേട്ടനും ഡിസൈഡ് ചെയ്തത് ഇത് സെറ്റ് ആണെന്നുള്ളത്. ഈ മലർവാടി ആർട്സ് ക്ലബ്ബ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് കുറച്ചുകൂടെ സമയമെടുത്തു ആക്ച്വലി. ഞാൻ എൻ്റെ ഈ പ്ലേ ബാക്ക് പരിപാടികളെല്ലാം ഞാൻ ചെയ്തത് ഞാൻ ഈ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. 2014-15 വരെയാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ പ്ലേ ബാക്ക് മെറ്റീരിയലൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി 1 day ലീവൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഹാഫ് ഡേ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോയി റെക്കോർഡ് ചെയ്ത പാട്ടുകൾ, അല്ലെങ്കിൽ വീക്കെൻഡോ അങ്ങനെയൊക്കെ പോയി റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് എല്ലാം. പിന്നെ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ്ലിയും കൂടെ മ്യൂസിക് ചെയ്യണം ആൻഡ് കമ്പോസിംഗ് എന്നുള്ള ആഗ്രഹം പണ്ടേ ഉള്ളതുകൊണ്ട് അതിന് കുറച്ചുകൂടെ സമയം ഡെഡിക്കേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് 2014-15 ആ സമയത്ത് അതായത് അവിടെ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂസിക്കും കുറച്ച് ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഡീപ്ലി എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടും കൂടെ കൺസിഡർ ചെയ്തപ്പോ റൈറ്റ് ചോയ്സ് ആ സമയത്ത്. ഓ യെസ്, ഓക്കെ. ഫസ്റ്റ് ആദ്യമായിട്ട് സിനിമയിൽ പാടിയൊരു പാട്ടാണ്. 4 പുതിയ സിംഗേഴ്സ് ആയിരുന്നു കേട്ടോ ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഈ പാട്ടില്. 4 പുതിയ സിംഗേഴ്സിനായിരുന്നു അവർ ഈ ഫിലിമിൽ എടുത്തത്. വിനീതേട്ടൻ പ്ലസ് 4 ന്യൂ സിംഗേഴ്സ് ആയിരുന്നു ഈ പാട്ട്. പിന്നെ സച്ചിന്റെ ഡെബ്യൂ ആയിരുന്നു. എന്റെ ഡെബ്യൂ ആയിരുന്നു. യെസ്, ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ പേര് വരുന്നത്. മാന്യമഹാജനങ്ങളെ മാന്യത മൂടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ, ഉന്മാദലഹരിയിലാറാടണേ, ഹൗവിരേഴു 14 ലോകത്തും നമുക്കിന്ന് വെന്നിക്കോടി പാറിക്കണം. മാനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർവാടിക്കൂട്ടം നാം. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായി. ഇപ്പൊ കേൾക്കുമ്പോഴേ സോ എന്താ പറയാ ബിഗിനർ സിംഗേഴ്സ്, 4 പുതിയ സിംഗേഴ്സ്, അവരുടെ ഫുൾ ഹോപ്സും ഇങ്ങനെ അതിൽ കേൾക്കാം ആക്ച്വലി. ആ പാട്ടിൽ ഇങ്ങനെ നമ്മുടെ ഒരു പാട്ട് വരികയാണെന്നുള്ള യു കെൻ റിയലി ഫീൽ ഇറ്റ് ഇൻ ദ സോങ്. 4 പുതിയ സിംഗേഴ്സ് ആദ്യമായിട്ട്, അത് വിനീതേട്ടന്റെ കൂടെ വിനീതേട്ടന്റെ ഒരു സിനിമയിൽ പാടുക എന്നൊക്കെ ഇറ്റ്സ് ക്രേസി ആ സമയത്ത്. അപ്പൊ ആ ത്രില്ലും എക്സൈറ്റ്മെന്റും ഒക്കെ 4 പേരുടെ വോയിസിലും ആക്ച്വലി കേൾക്കാനുണ്ട്. അടിപൊളി. ഞാൻ ഇനി ഒരു റൗണ്ടിലേക്കാണ് പോണേ. അത് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷൻസ് പറയും, അതിൽ കുറച്ച് പാട്ടുകൾ തരും. അപ്പോ ആ പാട്ട് പാടുക, ആ പാട്ടിനെ പറ്റിയുള്ള സ്റ്റോറി പറയാം, ആ പാട്ടിന്റെ എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പറയാം. ആദ്യം തന്നെ ഫ്രണ്ട്ഷിപ്പ് എടുക്കാം. ആനന്ദം, ദൂരെയോ. ആനന്ദം അഗൈൻ വെരി വെരി സ്പെഷ്യൽ ഫിലിം. കാരണം നേരത്തെ പറഞ്ഞല്ലോ കമ്പോസിംഗ് എന്നുള്ള ഒരു ഡ്രീം കുറെ കാലമായിട്ടുണ്ട്. അപ്പം മ്യൂസിക്കിനോടുള്ള പാഷൻ വന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടുവേർഡ്സ് സിംഗിങ്, ഇറ്റ്സ് ടുവേർഡ്സ് മേക്കിംഗ് ഓഫ് മ്യൂസിക്. അപ്പൊ അതാണ് തുടക്കം മുതലേ ഉള്ള പാഷൻ. പാട്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് തുടക്കം തൊട്ടേ ഉള്ള ക്യൂരിയോസിറ്റി. അപ്പൊ ഞാൻ ഈ 12th പഠിക്കുന്ന സമയത്തൊക്കെയാണ് കുറച്ച് ചെറിയ ചെറിയ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് ഈ ഒരു മാഗസിന്റെ കൂടെ ഒരു CD ഒക്കെ കിട്ടുമായിരുന്നു. ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ, ഒരു കമ്പ്യൂട്ടർ മാഗസിന്റെ കൂടെ. അപ്പൊ
അതിലെന്തോ ഏതോ ഒരു മ്യൂസിക് സോഫ്റ്റ്വെയറിന്റെ ഒരു ഡെമോ വേർഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആ CD-യിൽ. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ മ്യൂസിക് സോഫ്റ്റ്വെയർ ആൻഡ് ഈ റെക്കോർഡിംഗ് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വീട്ടിൽ സാധാരണ ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് മൈക്കൊക്കെ വെച്ചിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കേട്ടോ. വോക്കൽസ് റെക്കോർഡ് ചെയ്ത് നോക്കുക, ഒരു ട്രാക്കിന്റെ മുകളിൽ എങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ഒരു സമയം യൂട്യൂബിലും ഒക്കെ യൂട്യൂബൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം അത് കോളേജിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ജാം ചെയ്യുമ്പോൾ അപ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫൺ ഇൻ മേക്കിംഗ് മ്യൂസിക്. അപ്പോൾ അതിങ്ങനെ ഡ്രീമായിട്ട് കൊണ്ട് നടക്കുന്ന സമയത്താണ് കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഉള്ള കോൺടാക്ട്സ് വെച്ചിട്ട് 1-2 ആഡ്സിന്റെ മ്യൂസിക് ഒക്കെ ചെയ്തു. 1-2 സോങ്സ് ഇൻഡിപെൻഡന്റ്ലി ചെയ്തു. നാം എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ ഒരു ആ സമയത്ത് ചെയ്തിട്ടുണ്ട് 2015 സമയത്ത്. അതിന്റെ വീഡിയോ ചെയ്തത് ഗണേഷാണ്, ഈ ആനന്ദത്തിന്റെ ഡയറക്ടർ. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഗണേഷാണ് ആ സമയത്ത് ഞാൻ ഈ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം എനിക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ടെന്ന് കണ്ടപ്പോഴായിരിക്കാം ഗണേഷ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു ഈ ഫിലിമിന്റെ മ്യൂസിക് ചെയ്യുന്നോന്ന് ചോദിച്ചത്. എനിക്ക് ഫിലിം അറിയാം, ആ ഫിലിം ഗണേഷ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന കാര്യം അറിയാം, എന്റെ ക്യാരക്ടേഴ്സ് അറിയാം, ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, നമ്മൾ ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ മ്യൂസിക് ചെയ്യുന്നോന്ന് ഗണേഷ് ഒരു ഔട്ട് ഓഫ് ദി ബ്ലൂ ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യാൻ പോവല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി ഒരു പ്രൊപ്പോസൽ സീൻ ആയിരുന്നു അത്. ഒരു കാറിലിരുന്ന് എടാ എന്നാ നീ ചെയ്യുന്നു അതൊക്കെ ലൈക്ക് ആക്ച്വൽ പ്രൊപ്പോസൽ സീൻ. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതാണല്ലോ ഒരു ഫിലിമിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ആലോചിച്ചു, പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ യെസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആനന്ദത്തിന്റെ മ്യൂസിക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലെത്തിയത്. ബട്ട് അഗൈൻ വി ഹാഡ് നോ ക്ലൂ ഹൗ ടു ഡു എനി ഓഫ് ഇറ്റ്. കാരണം ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഗണേഷിന്റെ ഫസ്റ്റ് ഫിലിമാണ് ആസ് എ ഡയറക്ടർ. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗണേഷ്, വിനീതേട്ടന്റെ തട്ടത്തും മറയത്തിലും ഒക്കെ, ജേക്കബിന്റെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല വർക്ക് ഫ്ലോയും എന്താണെന്ന് ഞാനും ഗണേഷ് ഒരുമിച്ചിരുന്നാണ് ഫിഗർ ഔട്ട് ചെയ്തത്. സമയമെടുത്തു, അതിൻ്റെതായിട്ടുള്ള ഹിക്കപ്സും റോഡ് ബ്ലോക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഗൈൻ കമ്മിങ് ബാക്ക് ടു ദൂരയോ എന്നുള്ള പാട്ട്, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ട്രാവൽ പോകുമ്പോൾ ദേ ആർ ഗോയിങ് ഔട്ട് ഓഫ് ദ കോളേജ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഫിലിം. കോളേജിന് പുറത്തേക്ക് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പോകുന്നത് ഈ പാട്ടിലൂടെയാണ്. അപ്പോൾ ആ എക്സ്പ്ലോറേഷൻ കാണിക്കണം, ആ ഒരു പുതിയ വേൾഡിലേക്ക് പോകുന്നത് കാണിക്കണം. ഒറ്റ കാര്യം മാത്രം ഫിക്സ്ഡ് ആയിരുന്നു, ഈ പാട്ടിൽ ദൂരയോ എന്നുള്ള വേർഡ് വേണം എന്നുള്ള കാര്യം തുടക്കത്തിൽ ഫിക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു റെഫറൻസ് പോലെ മനസ്സിലുണ്ടായിരുന്നത് രംഗ് ദേ ബസന്തിയിലെ റൂബറു എന്നുള്ള പാട്ടില്ലേ, അതാണ് എൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു സ്പിരിറ്റ്, ലൈക്ക് ആ ഒരു സ്പിരിറ്റ് ഓഫ് എക്സ്പ്ലോറേഷൻ. അതെ, ആ എനർജി ഹോപ്പ്ഫുള്ളി ഓഡിയൻസിന് കിട്ടണം എന്നുള്ള ഐഡിയ ആയിരുന്നു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലാണ് അതിൻ്റെ ഒരു ഫ്രാക്ഷനെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ബട്ട് ഐ എം സേയിങ് ദാറ്റ് വാസ് അവർ ഗോൾ. അതുകൊണ്ടാണ് ആക്ച്വലി ആ പാട്ടിൽ ഇഫ് യു നോട്ടീസ് ദൂരയോ എന്നുള്ള ലൈൻ എൻ്റെ വോയിസിലുള്ളത്. ദൂരയോ എന്നുള്ള ഒറ്റ ലൈൻ മാത്രം, ബാക്കി എല്ലാ ലൈൻസും വേറെ വേറെ സിംഗേഴ്സ്. അശ്വിൻ ഗോപകുമാർ ഉണ്ട്, സുജിത് സുരേഷ് ഉണ്ട്, പിന്നെ വിശാഖ് പാടിയിട്ടുണ്ട്. വിശാഖ് നായർ, നമ്മുടെ വിശാഖ് ആണ് ഒരു ലൈൻ പാടിയിട്ടുള്ളത്, 1-2 ലൈൻസ്. അപ്പൊ 4 സിംഗേഴ്സ്. അതിൽ ഞാൻ ദൂരയോ എന്നുള്ള പോലെ പാടിക്കണം. ദാറ്റ് ഇസ് ബിക്കോസ് ഈ റൂബറൂല് എ.ആർ. റഹ്മാൻ റൂബറു എന്നുള്ള ലൈൻ മാത്രമേ പാടിയിട്ടുള്ളൂ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഐ എം ഡൂയിങ് സംതിങ് സിമിലർ എന്നുള്ള സാധനം. വെരി വെരി എന്താ പറയാ, വെരി നൈവ് വേ ഓഫ് റെപ്ലിക്കേറ്റിംഗ് സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു അതാണ് മനസ്സിലതുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മനസ്സിലായില്ലേ? വേറൊരു ലൈനിലും എന്റെ വോയിസ് ഇല്ല. ദൂരയോ എന്നുള്ള ആ കോറസ് ആ പോർഷനിൽ മാത്രമാണ്. പല പല വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഈ പാട്ട് ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പല പല വേരിയേഷൻസ്, ഇപ്പൊ ഈ ദൂരയോ എന്നുള്ള കോറസ് ഗണേഷിന് വർക്ക് ആയിട്ടുണ്ടായിരുന്നു, ദൂരയോ എന്നുള്ള ആ ലൈൻ. ബാക്കിയുള്ള ലൈൻസിന്റെ ട്യൂണൊക്കെ ഞാൻ പല പല വേരിയേഷൻസ് എടുക്കും, അയച്ചു കൊടുക്കും. ശരിയായില്ല, അത്ര വർക്ക് ആയില്ല, അടുത്ത വേരിയേഷൻ. അങ്ങനെ ചെയ്ത് പോയി അവസാനം ഇതിന്റെ ലിറിക്സ് എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. ദൂരയോ എന്നുള്ള സാധനമുണ്ട്, ബാക്കി എഴുതി വരുമ്പോൾ അങ്ങോട്ട് ശരി 1-2 പേരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടത് ശരിയാവുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫീല് കിട്ടുന്നില്ല. ബാക്കി എല്ലാ പാട്ടിന്റെയും റെക്കോർഡിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി, മിക്സിന് കൊടുത്തു. ചെന്നൈയിൽ ഞാൻ ഉണ്ട്. അപ്പോഴാണ് വിനീതേട്ടൻ എന്നെ ഒരു ദിവസം വിളിക്കണം. വിനീതേട്ടൻ പറഞ്ഞു സച്ചിൻ ഒന്ന് വീട്ടിലേക്ക് വന്നു പറഞ്ഞു. വിനീതേട്ടൻ ആക്ച്വലി ഇരുന്ന് ഇതിന്റെ ലിറിക്സ് ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നു. വഴി തിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ട്, അത് വിനീതേട്ടൻ ഫുൾ എഴുതി. ഈ ഷോ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സെറ്റാണ്, ഇത് അടിപൊളിയാണെന്ന്. വഴി തിളങ്ങുന്നേ മനമൊരുങ്ങുന്നുണ്ടേ, പിന്നോട്ടു പായും ലോകം നാനാനോ, മുന്നോട്ടു വേഗം പോകാം നാനാ, ദൂരെയോ നാനാ എങ്കോ
ഈ പാട്ടേ ആക്ച്വലി നമ്മൾ ഒരു സമയം വരെ റീലില് യാത്രയ്ക്ക് ഇതുപോലെ ട്രിപ്പ് അടിക്കാൻ പോകുന്നവർ എവിടെ പോകുന്നവർ ഈ പാട്ടായിരിക്കും ഒരുപാട് റീൽസ് ഇപ്പോഴും കിട്ടാറുണ്ട് ആക്ച്വലി ഈ പാട്ട് എനിക്ക് ഒത്തിരി പേര്. ആനന്ദം സൗണ്ട് ട്രാക്ക് മൊത്തത്തിൽ എനിക്ക് ഈ കോവിഡ് ലോക്ക്ഡൌൺസിനൊക്കെ ശേഷം വീണ്ടും ഒരു ചെറുതായിട്ട് കുറച്ച് കൂടുതൽ മെൻഷൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എസ്പെഷ്യലി നിലാവിലെല്ലാമേ ഫോർ സം റീസൺ. അതെന്താ എനിക്ക് 2016 ഇറങ്ങിയ സിനിമയാണ്. പിന്നെ ഓഫ് കോഴ്സ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നാച്ചുറലി ഒരു ഡിപ്പ് വന്നു. കോവിഡിന് ശേഷം ഐ തിങ്ക് ലോട്ട് മോർ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ലിസണിങ് ടു. എന്റെ സ്പോട്ടിഫൈയിലേക്ക് എപ്പോഴും ഏറ്റവും സ്ട്രീംഡ് ആയിട്ടുള്ള പാട്ട് നിലാവിലെല്ലാമയാണ്. കഴിഞ്ഞ ഒരു 2-3 years ആയിട്ട് ഭയങ്കര സർപ്രൈസിങ് നമ്പേഴ്സ് ആണ് നിലാവിലെല്ലാമയ്ക്ക്. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ തട്ടത്തിമറയത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ടൈറ്റിൽ സോങ് ആണെങ്കിൽ പോലും അതിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അത് പാടിയിട്ട് നമുക്ക് അതിന്റെ സ്റ്റോറി അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ, അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലുന്നുണ്ടോ, മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ, മഴയിൽ മാറിൽ ചേരും കണം പോലെ എന്നും ഞാൻ, തട്ടത്തിൻ മറയത്തെ പെണ്ണെ. അടിപൊളിട്ടാ, ബാക്കി കൂടെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. അത് സ്വീറ്റ് സ്പോട്ട് അവിടെ സ്റ്റേജിലൊക്കെ ചിലപ്പോ ഇങ്ങനെ നിർത്തിയ പോലെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലാതെ. ഈ പാട്ടിന്റെ സ്റ്റോറി ഈ പറഞ്ഞ US ടൂർ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. ആ സമയത്ത് തട്ടൻമരത്തിലെ പല പാട്ടുകൾ മുത്തച്ചിപ്പിയുടെ ഒക്കെ കമ്പോസിങ് കഴിഞ്ഞ സമയമാണ്. ഈ പാട്ട് അവർ ആക്ച്വലി റെക്കോർഡ് ചെയ്തത് അവിടുത്തെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ്, US വിനീതനും ഷാനേട്ടനും കീബോർഡും ഫുൾ സെറ്റ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം സ്റ്റേജിൽ എന്തായാലും കീബോർഡ് യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ പരിപാടിയൊക്കെ അവർ റൂമിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി, അവർ അവരുടെ റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ എങ്ങോട്ടോ ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു. ന്യൂയോർക്കിൽ ഞങ്ങൾ സിറ്റി കറങ്ങാൻ ഒക്കെ പോകാന്നുള്ള പ്ലാനിൽ ഞാനാണെങ്കിൽ ഫുൾ ട്രാവൽ മോഡിൽ നിൽക്കുന്ന ആളാണ്. ബിക്കോസ് എൻ്റെ മനസ്സിൽ ലൈഫിൽ എനിക്ക് ഒരിക്കലേ അമേരിക്ക കാണാൻ പറ്റുള്ളൂ. അത് ഈ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാം കാണണം, വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം രാവിലെ എണീക്കുന്നു ഇറങ്ങുന്നു. കാരണം എനിക്ക് ഐ വോണ്ട് ടു സീ അമേരിക്ക. നമ്മൾ ലൈഫിൽ പിന്നെ ഒരിക്കലും പോകാൻ പറ്റുന്ന വിചാരിച്ചൊരു സ്ഥലമൊന്നും അല്ലല്ലോ. എന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് രാവിലെ ഒരു 9 മണിക്ക് തന്നെ പോയി അവരുടെ ഡോർ മുട്ടിയിട്ട് അനക്കമില്ല. ഒരു 10:30 നോക്കി നോ അനക്കം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസോ എനിക്ക് അതിനുള്ള കോൺടാക്ട്സോ ഇല്ല. അപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ പോകുന്ന പോലെ അല്ലല്ലോ. വിനീതേട്ടന് ഓർഗനൈസേഴ്സ് ഡ്രോപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നമ്മളൊരു ബിഗിനർ ആണല്ലോ, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ അത്ര പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ പോകാന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പകുതി ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഡോറൊക്കെ തുറക്കൂടെ, അവര് പോണ്ടേ സച്ചിൻ ദീവാ ഒരു സാധനം കേൾപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു സ്ക്രാച്ച് വേർഷൻ കേൾപ്പിച്ചു തന്നു ഈ പാട്ടിന്റെ. അപ്പൊ അത് ഹിന്ദിയിലായിരുന്നു ആക്ച്വലി. ചുമ്മാ സ്ക്രാച്ച് ട്രാക്ക് പാടി വെച്ചത് ഹിന്ദി അല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആക്ച്വലി അത്. ഇറ്റ് വാസ് ബൂന്ദോ കെ പൽക്കോ മേ ആയി ആകെ സമാ കെ ഖോ ജായേ, അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് പ്യുവർലി ഹിന്ദി ലിറിക്സ്. മീനിങ് ഒന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ആ ഒരു ഫീല് കിട്ടി. അതായിരുന്നു ആ ട്രാക്ക്. എൻ്റെ അടുത്ത് നിന്നിട്ട് അവരെപ്പോഴും പറഞ്ഞു ഇത് മിക്കവാറും സച്ചിൻ തന്നെയായിരിക്കും പാടുന്നുണ്ടാവാന്ന്. അതുപോലെ തന്നെ ഈ ഫിലിമിലുള്ള പല ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോർഷൻസും അവിടുത്തെ ഹോട്ടൽ റൂമിൽ വെച്ച് റെക്കോർഡ് ചെയ്തില്ല. ഫിലിം ഷൂട്ടൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ നേരത്തെ തന്നെ ഇതായിരിക്കും സ്കോറിന്ന് ഫിക്സ് ചെയ്ത് പ്രൊപ്പോസൽ സീനൊക്കെ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്തതാ. പിന്നെ ഇവർ രണ്ടുപേരും ഒരു പഴയ അംബാസഡർ കാറിനകത്ത് കയറിയിരിക്കുന്ന സീനൊക്കെ ഇല്ലേ തട്ടൻമരത്തിൽ, അതിന്റെ സ്കോറൊക്കെ ആ ഹോട്ടൽ റൂമിൽ വെച്ച് റെക്കോർഡ് ചെയ്തത്. അതെ ഓൾറെഡി സെറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ പല സീൻസും ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിലൊന്നായിരുന്നു ഈ ഐ വിൽ നെവർ ഫർഗെറ്റ് ദിസ്. കാരണം അവർ ഓൾ നൈറ്റ് വർക്ക് ചെയ്തിട്ട് ആ ട്യൂണൊക്കെ ചെയ്ത് അവർ അതിന്റെ എക്സൈറ്റ്മെന്റിൽ കിടന്ന് ഉറങ്ങി. അതാണ് ഉച്ചയായി എണീറ്റപ്പോൾ എന്നിട്ട് ഇങ്ങനെ കേട്ടോ ഫെൽറ്റ് മാജിക്കൽ. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് കപ്പിൾസ് നാച്ചുറലായിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇത് വാതിൽ മെല്ലെ തുറന്ന് ആ പാട്ട്. ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും വിളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ, കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ,
വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമ തെല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ. ഓ, എനിക്ക് ഞാനിപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ആലോചിക്കുകയാണ്, സച്ചിൻ പാടിയ മിക്ക പാട്ടുകളും ഹിറ്റാണ്. മലയാളികൾ ഇങ്ങനെ പാടാൻ ഇഷ്ടമുള്ള പാട്ടുകളാണ്. സെലക്റ്റീവ് ആയിരുന്നു. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആയോ പാട്ടിന്റെ കാര്യത്തിൽ? സെലക്റ്റീവ് ആയതൊന്നുമല്ല. അത് ഐ ഓൾവേസ് തിങ്ക് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഐ വാസ് അവെയർ തുടങ്ങുമ്പോൾ തന്നെ കേട്ടോ. അതായത് പ്ലേ ബാക്ക് സിംഗിങ് ഈ കാലത്ത് ഒരു സസ്റ്റെയിൻഡ് കരിയർ ഓഫ്, ഇപ്പം നമ്മൾ മുമ്പത്തെ ലെജൻസിനെ ഒക്കെ പറയുന്ന പോലെ അവർക്കൊരു 50 years അല്ലെങ്കിൽ 40 years ഓഫ് കരിയർ ഒക്കെയാണ് നമ്മുടെ മുമ്പുള്ള. ഇപ്പം ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ്. കാരണം ദ സൗണ്ട് ഇസ് ചേഞ്ചിങ്. മറ്റേ ഓരോ 10 yearsഉം പാട്ടുകളുടെ സൗണ്ട് മാറും. മനസ്സിലായില്ലേ? പാട്ടുകളുടെ ഒരു ഓവറോൾ അപ്രോച്ച് ആൻഡ് അതിൽ വേണ്ട കൈൻഡ് ഓഫ് വോയിസസ് അതൊക്കെ മാറും. ഇതൊക്കെ എനിക്ക് ഞാൻ നേരത്തെ ആയിരുന്നു. സോ ഐ ന്യൂ ഇറ്റ് വാസ് പ്രോബബ്ലി ലൈക്ക് ഒരു 6 or 7 years ഓഫ് പീക്ക് വിച്ച് ഐ ഗോട്ട്. കാരണം ആ സമയത്താണ് എല്ലാം പാടിയിട്ടുള്ളത്. ആ സമയത്ത് അങ്ങനെ ഭയങ്കര, കാരണം നമ്പർ ഓഫ് സോങ്സ് ആക്ച്വലി പാടിയത് തീരെ കുറവാണ്. പക്ഷെ പാടിയ പാട്ടിലൊക്കെ ഒരുവിധം ആൾക്കാർക്ക് പറഞ്ഞാൽ അറിയാം. അങ്ങനത്തെ ഒരു ഫോർച്യൂൺ ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം ഒരു ബോഡി ഓഫ് വർക്ക് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് ദെയർ. സ്പോട്ടിഫൈയിലും ഇതൊക്കെ ഫോർ എവർ ഉണ്ടാവുമല്ലോ. ഹ്യൂജ് ഫോർച്യൂൺ. സത്യം. ഇതിൽ വാതിൽ മെല്ലെ തുറന്നു അതിന്റെ ഒരു സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഒരു ദിവസം പെട്ടെന്ന് ഈ തട്ടത്തുമരത്തൊക്കെ ഇറങ്ങിയ ശേഷമുള്ള സമയമാണ്. അപ്പം നിവിനേട്ടനായിട്ടുള്ള വോയിസ് ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തട്ടത്തുമരയത്ത് കണ്ടിട്ട് മുത്തച്ചിപ്പിയോ അതിന്റെ വിഷ്വൽ ഫൈനലി ഞാൻ കണ്ടിട്ട് വിനീതനോട് പറഞ്ഞു, വിനീതേട്ടൻ ഇത് ഒട്ടും വർക്ക് ആവുന്നില്ല, ഈ വോയിസ് സെറ്റ് ആവുന്നുണ്ടോ, നിവിനേട്ടൻ ഈ വോയിസ് ആണോ വർക്ക് ആവുന്നതെന്നൊക്കെ എനിക്ക് ഭയങ്കര സംശയം. കാരണം ഫസ്റ്റ് ടൈം അല്ലേ നമ്മളൊരു വേറൊരാള് നമ്മുടെ വോയിസിന് ലിപ്സിങ് ചെയ്യുന്നത് വെരി വിയേർഡ് ഫീലിംഗ് ആക്ച്വലി ആദ്യമായിട്ട് അങ്ങനെ കാണുമ്പോൾ. ഞാൻ വിനീതേട്ടൻ ഓണസ്റ്റ്ലി ചോദിച്ചു, ഡു യു റിയലി തിങ്ക് ഇറ്റ്സ് വർക്കിംഗ്, ഇത് ഓക്കെ ആണോ? വിനീതേട്ടൻ പറഞ്ഞൊന്നും ഉണ്ടായിരുന്നു, ഇത് കറക്റ്റ് സാധനമാണ്, സീ ദ മാജിക് ദാറ്റ് ദിസ് ഗോണ ഡു എന്നുള്ള രീതിയിൽ പറഞ്ഞ് അന്ന് സെറ്റ് ചെയ്ത് വിട്ടു. ഭാഗ്യം ഹി ഡിഡ്ന്റ് ലിസൺ ടു മീ, അല്ലെ മാറ്റിയിരുന്നെങ്കിലോ വോയിസ്. അപ്പൊ അതൊരു വിയേർഡ് ഫീലിംഗ് ആയിരുന്നു ആദ്യം, കാരണം വേറൊരു പേഴ്സണിന്റെ ലിപ് മൂവ്മെന്റിൽ നമ്മുടെ വോയിസ് കേൾക്കുന്നത്. ബട്ട് ദെൻ ഇറ്റ് ബിക്കെയിം ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ. അപ്പൊ ആ സമയത്താണ് വാതിൽ മെല്ലെ ഉണ്ടായത്. അപ്പം അതിന്റെ കമ്പോസർ ആയിട്ടുള്ള രാജേഷ് മുരുകേശൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് ചെന്നൈയിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പോയി. രാജേഷേട്ടൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്തത്, അവരുടെ ഫ്ലാറ്റിലാണ് സ്റ്റേ ചെയ്തത്. അൽഫോൺസേട്ടൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് റെക്കോർഡിങ്ങിന്റെ സമയത്ത്. ബട്ട് ഐ തിങ്ക് ഐ മെറ്റ് ഹിം. പാട്ടിന്റെ ബ്രീഫൊക്കെ തരാൻ വേണ്ടി മീറ്റ് ചെയ്തു, റെക്കോർഡ് ചെയ്തു, ആസ് യൂഷ്വൽ തന്നെ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്ന 1-2 മിസ്റ്റേക്സ് ഉണ്ട് ഞാൻ പാടിയതിൽ. അത് ലിറിക്സ് തന്നെ ചെറിയ മിസ്റ്റേക്ക് വന്നു. അത് എന്റെ മിസ്റ്റേക്കാണ്, പാടിയതിന്റെ മിസ്റ്റേക്കാണ്. ലിറിക്സ് പാടിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അൽഫോൺസേട്ടനും വിളിച്ചു പറഞ്ഞു, സച്ചിൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, ഒരു ഫീൽ വൈസ് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പാടാന്ന് പറഞ്ഞു. മേ ബി അന്ന് ട്രാവൽ ചെയ്ത് എത്തിയതിൻ്റെ ഒക്കെ ആയിരിക്കും, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. അപ്പോൾ ഒരു തവണയും കൂടെ പോയി റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ ഫൈനൽ എത്തിയത്. അത് ഏതാ ലൈൻ തെറ്റിപ്പോയെന്ന് വെച്ചാൽ അത് ഭയങ്കര സ്റ്റുപ്പിഡ് മിസ്റ്റേക്കാണ്. കരുതുമളവിലും ഏറെ അരുളിയോ അനുരാഗമെന്നുയിരിൽ നീ ആണ് ലിറിക്സ് ശരിക്കും. കരുതും അളവിലും ഏറെ ഇരുളിയോ എന്നാ ഞാൻ പാടിയത്. ഇറ്റ് മേക്സ് നോ സെൻസ്. അവിടെ ഏറെ അരുളിയോ അനുരാഗം എന്നൊരു ഉയരുന്നതാണ്. പക്ഷെ എന്തോ ഞാൻ ആ സമയത്ത് അങ്ങനെ പാടി ആയിപ്പോയി, ആരും നോട്ടീസ് ചെയ്തുമില്ല. അപ്പൊ അതങ്ങനെ പോയിട്ടാണ്. അപ്പൊ ദാറ്റ് വാസ് വൺ റീസൺ. അതെന്തായാലും കറക്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഓഫ് കോഴ്സ് മൊത്തത്തിൽ ഫീൽ ഒന്നുകൂടെ ബെറ്റർ ആക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം കൂടെ പോയി. ആ സമയത്ത് അഗൈൻ രാജേഷേട്ടൻ്റെ കൂടെ തന്നെയാണ് സ്റ്റേ ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ. പാട്ടിനെ പറ്റി ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് സിനിമയിലെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഒന്ന് കാണിച്ചു തന്ന് അങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ കോളേജിൽ എന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിലാവിലെല്ലാമേ, പിന്നെ ഏതോ സായാണ്. ഇതിലേതായിരിക്കും? 2 ഓപ്ഷൻ തരികയാണ്. സ്പെഷ്യലാണ് ഫോർ ഡിഫറെന്റ് റീസൺസ്. നിലവിലെല്ലാമേ ഞാൻ പിക്ക് ചെയ്യാം. കാരണം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഭയങ്കര സ്പെഷ്യൽ സ്റ്റേറ്റസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ലവ് ദാറ്റ് ദ സോങ് ഇസ് ഗെറ്റിംഗ്. വൺ റീസൺ ദാറ്റ് ഐ ഫീൽ ഇസ് ആ പാട്ടിൽ യുക്കുലേലെ മാത്രമേ ഉള്ളൂ ഇൻസ്ട്രുമെന്റ് ആയിട്ട്. യുക്കുലേലയും ഒരു
ചെറിയൊരു പിയാനോ ആൻഡ് ബേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് യൂക്ലേലി ഈ കോവിഡിന്റെ സമയത്ത് യൂക്ലേലിയും ആദ്യം മേടിച്ചിട്ട് സിമ്പിൾ കോഡ്സും ആണ്. ഈ പാട്ടിൽ അങ്ങനെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ആക്ച്വലി കോഡ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. അതുകൊണ്ടും കൂടെ ആയിരിക്കാം കുറേ പേര് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് അവരുടെ വേർഷൻ എനിക്ക് ഇങ്ങനെ അയച്ചു തരാറുണ്ട്. സോങ് ഇസ് വെരി സ്പെഷ്യൽ. കാരണം യൂക്ലേലി എടുക്കുമ്പോൾ ആദ്യമായിട്ട് 3 കോഡിൽ ചെയ്യാവുന്ന പാട്ടാ, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. 3 CGF 3 കോഡ് അത് അല്ല. ഈവൻ ഇഫ് യു ഡോണ്ട് റിയലി നോ മ്യൂസിക്, യുക്ലേലി ഭയങ്കര സിമ്പിൾ ഇൻസ്ട്രുമെന്റ്. അത് ആസ് എൻ ജസ്റ്റ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. മാസ്റ്റർ ചെയ്യാൻ ഓഫ് കോഴ്സ് ഭയങ്കര ഏത് ലെവൽ വരെയും പോവാം. സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ള ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം ആ പാട്ടിന് അങ്ങനെ ഒരു, ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു ഇതാണ്. പിന്നെ എൻ്റെ ലിറിക്സ് ഓഫ് കോഴ്സ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ഉണ്ട്. അനു എലിസബത്ത് ആണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. തട്ടത്തുമറയത്തും ഒക്കെ അനു തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിലാവിലെല്ലാമേ മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം, അതിലെ ഒന്നിച്ചു സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ. ആക്ച്വലി ഞാൻ ഐം ജസ്റ്റ് റിയലൈസിങ് ഞാനിപ്പോൾ പാടുന്നതൊക്കെ സ്റ്റേജിൽ പാടുന്ന പോലെ ഞാൻ പാടുന്നത്. ബിക്കോസ് ഈ പാട്ടും ഞാൻ ഈ മൂകരാവിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. മുത്തച്ചിപ്പിയും ഞാൻ അനുപല്ലവിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ചു വരാം വാതിൽ മെല്ലെ, അതേപോലെ വാതിൽ മെല്ലെ ലല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ, സെക്കൻഡ് ലൈനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ്. അത് സ്റ്റേജ് ആ വേർഷൻസാണ് ഞാൻ പാടുന്നത്. ഐ ആം ജസ്റ്റ് റിയലൈസിങ് എല്ലാ പാട്ടും ഞാനിപ്പോൾ അങ്ങനെ പാടി. ഓക്കെ. അപ്പം ഇപ്പം ആനന്ദത്തിലെ മ്യൂസിക് കമ്പോസർ ആയിരുന്നു, ഐ മീൻ സിംഗറാണ്. അപ്പം എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് ഏതാണ് ഈസി ആക്ച്വലി, കമ്പോസിങ് ആണോ അതോ? ഐ വോണ്ട് ഡു എവറിത്തിങ്. എനിക്ക് എല്ലാം ചെയ്യണം എന്നല്ല, പെർഫോം ചെയ്യണം, എനിക്ക് കമ്പോസ് ചെയ്യണം, സ്കോർ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്പർ ഓഫ് ഫിലിംസ് ആസ് ഓഫ് നൗ കുറവാണെങ്കിലും ബട്ട് ഹോപ്പ്ഫുള്ളി ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് കുറച്ചുകൂടെയൊക്കെ ഫിലിംസ് ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി മ്യൂസിക് ചെയ്യണം എന്നുണ്ട്. എല്ലാം ഐ ലൈക്ക് മ്യൂസിക് ആസ് എ ഹോൾ. അതിൽ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. നോ സ്പെഷ്യൽ പ്രിഫറൻസ്. കാരണം മ്യൂസിക് ആസ് എ ഹോൾ ആണ്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽ ഇൻ ലവ് വിത്ത്. അപ്പോൾ മ്യൂസിക് ആസ് എ ഹോൾ. അടിപൊളി. ഇനി നമുക്കൊരു ഹിന്ദി മെലഡി പിടിച്ചാലോ? നമ്മുടെ ഹൃദയത്തിലെ പാട്ട്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബസ്കർജി ആ പാട്ട് ആക്ച്വലി പഴയൊരു പോയട്രിയാണ്. ബുല്ലേ ഷാ എഴുതിയ ഒരു പോയട്രിയാണ്. ഇറ്റ്സ് എൻ ഓൾഡ് പഞ്ചാബി ആണ് അതിൻ്റെ ഒരു ആക്ച്വൽ റൂട്ട്. അപ്പോൾ പഞ്ചാബി പ്രൊണൗൺസിയേഷൻ സെറ്റാക്കാന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. കുറെ സോഴ്സസ് നിന്ന് കേട്ട് നോക്കി. ചില വേർഡ്സ് ഒറിജിനൽ പഞ്ചാബി പോലെ അല്ല പ്രൊണൗൺസ് ചെയ്തിട്ടുള്ളത്. കാരണം മ്യൂസിക്കലി അത് ഫിറ്റ് ഇൻ ചെയ്യാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പഞ്ചാബി ഹിന്ദിയുടെ ഒരു മിക്സിലാണ് ചില വേർഡ്സ് പ്രൊണൗൺസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദിക്കാരൻ പാടുന്ന പോലെ തന്നെ ഹിന്ദി കേൾക്കൂടെ, ഞാൻ ഒരുപാട് ഹിന്ദി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് സിംഗിങ് ഹിന്ദി സോങ്സ് ഓൾസോ. അപ്പൊ in case I've done justice, it is because of that. But I wouldn't say 100% justice. എന്നാലും whatever possible ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ബസ്കർജി ഹൂ എന്നാണ് പാടിയിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി പഞ്ചാബി സോഴ്സസ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഹുണ് എന്നാണ്. ഹുണ് തന്നെ പറയണം ആക്ച്വലി. പക്ഷെ ആ ട്യൂണിൽ ഹുണ് എന്നുള്ളത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ബസ്കർജി ഹുണ് ബസ് അത് സൗണ്ട്. അപ്പോൾ ഈ പാട്ടിന്റെ വേർഷൻ ഞാൻ ആദ്യം കേൾക്കുന്നത് വിനീതേട്ടൻ പാടിയിട്ടുള്ള ഒരു സ്ക്രാച്ച് വേർഷൻ ആണ്. അതിലും ഈ ഹൂ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വി ഹാഡ് എ ഡിസ്കഷൻ, ഇത് മാറ്റണോ, അത് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഹോൾ ഇത് പോകും, അതിന്റെ ഒരു ഫ്ലോ അതെ. അപ്പോ അങ്ങനെ വിനീതേട്ടനും ഹിഷാമും കൂടിയാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻഡ് സ്റ്റുഡിയോ ചെന്നൈയിലൊരു സ്റ്റുഡിയോ പോയിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ആ സമയത്ത് ഓഫ് കോഴ്സ് ഹൃദയത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കാണാൻ. ഇപ്പം ദർശന ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഏകദേശം ആ ഒരു ടൈമിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിൽ സ്ക്രാച്ച് ട്രാക്ക് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വിനീതേട്ടന്റെ ഫിലിംസ് ആകുമ്പോൾ നമ്മളതിൽ ആസ് എ ഫ്രണ്ട് കുറച്ചുകൂടെ ആക്സസും അതെ കുറച്ച് അറിയാറുണ്ട്. കാണുമ്പോൾ അപ്ഡേറ്റ്സ് ചോദിക്കാനുള്ള ഫ്രീഡം ഒക്കെ ഉള്ളത് കൊണ്ട് ദർശനയുടെ ഒക്കെ ഏർലി സ്ക്രാച്ച് ട്രാക്ക് ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഹിഷാമാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഭയങ്കര ആസ് എ ഫ്രണ്ട് ഹീസ് ഗോൺ. ഐ മീൻ ഐ എം സോ ഹാപ്പി ഫോർ ഹൗ ബിഗ് ഹി ഈസ് റൈറ്റ് നൗ. കാരണം സൗത്ത് ഇന്ത്യ മൊത്തം ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൈസ് ആയിരുന്നു ആ സമയത്ത്. बस कर जी हूँ बस कर जी बात आसान नाल हस कर जी दिल विच मेरे वस दे ओ वे साथों दूर क्यों नस दे ओ
नाले खत जादू दिल खस दे ओ, नाले खट जादू दिल खस दे ओ, बस कर जी हूँ बस कर जी, बस कर जी हूँ बस कर जी है, बस कर जी हूँ बस कर जी, एक बात आसान हंस कर जी. ഹിന്ദി അറിയില്ലെങ്കിലും പറയാണ്, അതായത് ഇങ്ങനെ നമ്മൾ കുളിര് കയറും. അത് ആക്ച്വലി ഇതിന്റെ മീനിങ് ആയിട്ട് ഡയറക്ട്ലി ബന്ധമില്ല ഫോർ ദ വിഷ്വൽസ്, പക്ഷെ ആ സെറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് ഭയങ്കരമാണ്. അപ്പൊ ആ പാട്ടും ഇങ്ങനെ മനസ്സിൽ റൈറ്റ്ലി പ്ലേസ്ഡ് ആണ്. ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പ്രതീക് തിവാരി എന്നുള്ള ക്യാരക്ടർ സോ വെൽ ആസ് ഒരു റോക്ക് സ്റ്റാർ ആയിട്ട് ഭയങ്കര രസമായിട്ട് ആംബിയൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. നോർമലി ഇങ്ങനെയുള്ള ലാംഗ്വേജസ് പാട്ടുകൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിൽക്കാൻ ഭയങ്കര ഇച്ചിരി ചാൻസ് കുറവാ. റൈറ്റ് പ്ലേസ്മെന്റ് പറഞ്ഞ പോലെ സൗണ്ട് ട്രാക്കിൽ അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിരുന്നു. അത് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റും ആണ് ഈ പറഞ്ഞ പോലെ. ഇമ്പോർട്ടന്റ് ആസ് ഇൻ ആ സോങ് നോട്ടീസ്ഡ് ആവണമെങ്കിൽ ആസ് എ സിംഗർ നമ്മുടെ പാട്ട് ഔട്ട്സൈഡ് എ ഫിലിം പോണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഹൗ ഇറ്റ്സ് പ്ലേസ്ഡ് ഇൻ ദ ഫിലിം, അത് കറക്റ്റ് പോയിന്റിൽ അത് വന്നാൽ ആൾക്കാരത് ശ്രദ്ധിക്കും, എന്തായാലും അത് നോട്ടീസ് ചെയ്യും. ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ശരിക്കും എഞ്ചിനീയറിംഗ് ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സാലറി കാര്യങ്ങളൊക്കെ എല്ലാ മാസവും കിട്ടുന്നു ജോലിക്ക് കയറുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ പാഷൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റുക? ഒരു ഒപ്പീനിയൻ നമ്മുടെ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കുള്ളൊരു. അതായത് ഈ കാലത്ത് ഐ തിങ്ക് പറ്റുന്ന അത്രയും രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് അൺടിൽ യു ഫിഗർ ഔട്ട് എ പ്രോപ്പർ പ്ലാൻ, യുനോ, ഈ നമ്മൾ ഈ പാഷൻ, ബിക്കോസ് ഈ ഫോളോ ദ പാഷൻ എന്നുള്ളത് ഭയങ്കര ക്ലീഷേ അഡ്വൈസ് ആണ് ഇൻ മൈ ഒപ്പീനിയൻ. ഓഫ് കോഴ്സ് യു ഹാവ് ടു ഐഡിയലി ഫൈൻഡ് യുവർ പാഷൻ. പക്ഷേ അതെപ്പോഴും എല്ലാവരും പറയുന്നത് പാഷൻ ഫോളോ ചെയ്ത് എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്. ബട്ട് ഫോർ ദാറ്റ് 10% ഒരു 90% ഓഫ് ദ ആൾക്കാർ ഫോളോ ചെയ്തിട്ട് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് ആക്ച്വലി. പാഷൻ മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സസ്റ്റനൻസ് പ്രശ്നമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ you need money. Like you need money as in നമ്മുടെ ഈ സൊസൈറ്റി is structured around money. അപ്പോൾ അതിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, കാരണം ഒരു മിനിമം നമുക്കൊരു എല്ലാ മാസവും സ്ട്രെസ്ഫുൾ അല്ലാതെ ഇരിക്കാനായിട്ട് മണി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കുറേ കാര്യങ്ങളുടെ സ്ട്രെസ് അങ്ങ് ഒഴിവാക്കാവുന്ന രീതിയിലുള്ള പൈസ വേണം. ലൈക്ക് യു നോ ഐ ആം സേയിങ്, ലൈക്ക് ബേസിക് നെസസിറ്റീസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത മാസത്തെ റെന്റ് നമ്മൾ എങ്ങനെ ഈ മാസം പാടി ഉണ്ടാക്കുന്ന ആലോചിക്കുന്ന സിറ്റുവേഷൻ ഇറ്റ്സ് നോട്ട് നൈസ് ടു ബി ഇൻ ദാറ്റ് സിറ്റുവേഷൻ. കാരണം ഇത് ക്രിയേറ്റീവ് ജോബാണ്. അപ്പോൾ അതിന് ടൈം ബൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ റെഗുലറായിട്ട് വർക്ക് ഒരു ആ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ദെൻ മേക്ക് ദ ജംപ് എന്നുള്ളതാണ് ഞാൻ പറയാ. ഇനി ഒരു സെലിബ്രേഷൻ മൂഡ് പിടിക്കാം. ഏതായിരിക്കും വരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സെലിബ്രേഷൻ മൂഡ് എന്ന് പറയുമ്പോൾ തുടക്കം മംഗല്യം. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ വേൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ, ഏഹേ വിനോദിര കടകം, ഏഹേ എരിപ്പൊടിയങ്കം. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓഹോ അതു നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം, തുന്തനാനേന. ഈ പാട്ട് ലൈവ് നമ്മൾ വേറൊരു അറേഞ്ച്മെന്റ് ഒക്കെയാ ചെയ്യാറ്. കുറച്ചുകൂടെ ഒരു ഡാൻസ് പോപ്പ് അങ്ങനത്തെ ഒരു കോൺസ് ഒക്കെ വെച്ചിട്ട് ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കിക്കൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനത്തിൽ നമ്മള് ലൈവില് ചെയ്യാറ്. ഈ പാട്ട് എങ്ങനെ എത്തി, അങ്ങനെ സ്റ്റോറി എന്തായിരിക്കും? ഈ പാട്ട് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ നിവിനേട്ടനായിട്ടുള്ള വോയിസ് അസോസിയേഷനിൽ വന്നൊരു പാട്ട് തന്നെയാണ്. അപ്പൊ ഈ പാട്ട് വിയേർഡ് തിങ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്തതിനൊക്കെ ശേഷമാണ്.
ഷൂട്ട് ചെയ്ത് വിഷ്വൽ കണ്ടോണ്ട് ആക്ച്വലി ഈ പാട്ട് ഞാൻ പാടിയത്. കാരണം ഈ പാട്ടിന്റെ സ്ക്രാച്ച് ട്രാക്ക് വെച്ചിട്ട് തന്നെ അവർ ഷൂട്ട് ചെയ്തു. അപ്പോ ഞാൻ പാടാൻ ചെല്ലുമ്പോൾ ഈ പാട്ട് ആക്ച്വലി വേറൊരു സിംഗർ ഫുൾ പാടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തോ സംഭവം വർക്ക്ഔട്ട് ആവാത്തതുകൊണ്ട് ദേ ഡിസൈഡഡ് ദുൽഖറിന്റെ പോർഷൻസ് വിജയ് ചേട്ടനും നിവിന്റെ പോർഷൻസ് ഞാനും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ പാട്ടിന്റെ സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്. അടിപൊളി. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഐ ഫെൽറ്റ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ജീനിയസ് റൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ലിറിക്സിന്റെ ജീനിയസ് പറയുമ്പോൾ പലപ്പോഴും ഈ പോയറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രമേ പറയാറുള്ളൂ ഈ ലിറിക്സ് ഭയങ്കര ജീനിയസ് റൈറ്റിംഗ്. പക്ഷെ ഇതിലും ജീനിയസ് റൈറ്റിംഗ് ടു റൈറ്റ് സംതിങ് ലൈക്ക് മാംഗല്യം തന്തുനാനെന്ന പിന്നെ ജീവിതം തുന്തനാനെന്ന എഴുതണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് ആ ഒരു സാധനം കിട്ടാനേ ഒരു 2 വാക്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ലിറിക്സും അടിപൊളി, മ്യൂസിക്കും അടിപൊളി, ഭയങ്കര ഇങ്ങനെ കട്ടക്കട്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന വാക്കുകളല്ലേ. ഇറ്റ്സ് നോട്ട് ഈസി അങ്ങനെ എഴുതാൻ. അപ്പോൾ സന്തോഷ് വർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, ഇനി നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യിക്കുന്ന ഒരു പാട്ടാണ് കൂട്ടു തേടി. ഓക്കെ യെസ് ബിജുപാൽ സാറിന് വേണ്ടി ആദ്യമായിട്ട് പാടിയ പാട്ട്. അത് ശരി, ആദ്യമായിട്ടാണോ സെക്കൻഡ് സോങ് ആയിരുന്നു ഓർമ്മ. ഓക്കെ. കൂട്ടു തേടി വന്നുരാ കുഞ്ഞിളം കാറ്റേ കൂടെ ഒന്നു പാടുമോ നീലനിലാവിൽ പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം പാതിരാവിൻ ചില്ലകൾ പൂത്തൊരു നേരം കൂടെ ഒന്നു പാടുമോ കൂടെ ഒന്നു പാടുമോ. എൻ്റെ ഇടയ്ക്കുള്ള മ്യൂസിക് കൂടെ ചില പാട്ടുകൾ അങ്ങനെയാണ്. ഞാനതിങ്ങനെ അതെ, ചില പാട്ടിൽ അങ്ങനെ അതില്ലാണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. നേരത്തെ ഇതുപോലെ ഏതോ പാട്ടില് ഐ സോ യു ഡൂയിങ് ദിസ് അത് ആദ്യം പാടിയതാ. അതില്ല, ചില പാട്ടിൽ അങ്ങനെയാണ് കൂടെ ചേർത്തില്ല, ഒരു സമാധാനം ഇല്ല. നൈസ്. ഇതിന്റെ ഒരു സ്റ്റോറി എന്തെങ്കിലും പറയാനുണ്ട് ഈ ഒരു പാട്ടിന്റെ? ബിജുപാൽ സാറിന്റെ കൂടെ റെക്കോർഡിംഗിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റെക്കോർഡിംഗ് കഴിഞ്ഞ് 40 മിനിറ്റിലെ വീട്ടിലെത്തി തിരിച്ച്. അത് 20 മിനിറ്റ് റെക്കോർഡിംഗ്. പ്രാക്ടീസ് നേരത്തെ ഇല്ല, പാട്ട് അയച്ചു തന്നിരുന്നു, സ്ക്രാച്ച് ട്രാക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് ബിജുപാൽ സാർ ഐ തിങ്ക് ബിലീവ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ടേക്ക് ആണ് എപ്പോഴും ബെസ്റ്റ് എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് കറക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഈസ് ഓൾസോ അവെയർ. ലൈക്ക് പിച്ച് കറക്ഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അതായത് ആ ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ നമ്മൾ ചിലപ്പം എന്താ ചെറിയ ടെക്നിക്കാലിറ്റിക്ക് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇമോഷൻ ചിലപ്പോൾ മിസ്സായി പോകും മൾട്ടിപ്പിൾ ടേക്സ് ഒക്കെ എടുത്ത് പോകുമ്പോൾ. അപ്പൊ ഹിസ് തോട്ട് ഇസ് ഐ തിങ്ക് ദിസ് ഫസ്റ്റ് ടേക്കിൽ കിട്ടുന്ന പാട്ട് ട്യൂൺ പഠിച്ച് സച്ചിൻ ആദ്യം പാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായിരിക്കും പ്രോബ്ലി ആ പാട്ടിന്റെ എസെൻസ് എന്നാണ് വിജുപാൽ സാറിന്റെ ഒരു തോട്ട്. ഇപ്പൊ സ്റ്റുഡിയോയുടെ ഒരു വാൾപേപ്പർ ഒക്കെ തൊട്ട്, അതായത് ഒരു മലപ്പുറംകാരൻ പയ്യൻ സ്റ്റുഡിയോ വാൾപേപ്പർ കണ്ടുപിടിച്ച ഞങ്ങള് അത് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ഇനി 10 വർഷം മുന്നിൽ കാണുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ലൈഫിൽ? 10 years later I would be 45. Hopefully ഇത് ഈ വീഡിയോ എനിക്കൊരു എന്താ പറയാ ഫ്യൂച്ചറിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആവട്ടെ. ഐ വോണ്ട് ടു ടൂർ ഓൾ ഓഫ് ഇന്ത്യ. പല ലാംഗ്വേജസിലും പാട്ട് ഒറിജിനൽസ് ഉണ്ടാക്കി, ഹിന്ദി ഒക്കെ ചെയ്ത് കുറച്ച് പാട്ടുള്ള ഒറിജിനൽസ് ഒക്കെ ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് ആൻഡ് ജസ്റ്റ് യുനോ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്താ പറയാ കുറെ ആക്ടിവിറ്റീസ്, ഈ വർക്ക്ഷോപ്സും അങ്ങനെയൊക്കെ മ്യൂസിക്കിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് നമ്മുടെ പാട്ടിൽ ജെന്യുവൻലി ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാർ ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവുക. And release original music and make nice music videos. Okay. അപ്പോൾ നമ്മൾ പാടാണ്ട് വെച്ചൊരു പാട്ടുണ്ട്, ഏതോ സായാഹ്ന. അതാണ് ഗോപിചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ട്. അതാണ് പ്രോബ്ലം. ഞാൻ അങ്ങോട്ട് വിളിച്ച് ഒരു കമ്പോസറിനെ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വൺ ഓഫ് ദ ഫ്യൂ കമ്പോസേഴ്സ് ഗോപിചേട്ടൻ്റെ ആയിരിക്കും. ഞാൻ ആ സമയത്ത് ഇങ്ങനെ തട്ടത്തുമരത്തിലൊക്കെ പാടിയ സിംഗറാണ്. കഴിഞ്ഞു. പിന്നെ ഹി കോൾ മീ വൺ ഡേ, ചെന്നൈയിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഹി കോൾ മീ ആൻഡ് ഈ പാട്ടായിരുന്നു അത്. ഗോപിചേട്ടൻ്റെ ഒരു വേർഷൻ ഓഫ് ദ സോങ് ആണ് ഞാൻ ആദ്യം കേട്ടത്. ഗോപിചേട്ടൻ്റെ വോയിസിൽ ഒരു വേർഷനാണ് ആദ്യം കേട്ടത്. അത് കേട്ട് ഇങ്ങനെ പഠിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഗോപിചേട്ടൻ ഉച്ചയ്ക്കാണ് വന്നത്. ഞാൻ രാവിലെ അവിടെ എത്തി, പഠിച്ചു വെക്കാൻ പറഞ്ഞു. പഠിച്ചു വെച്ചു. ഗോപിചേട്ടനെ കണ്ടോണ്ട് ഞാൻ ആസ് യൂഷ്വൽ കുറേ ക്വസ്റ്റ്യൻസാണ് ഞാൻ ചോദിച്ചത്. ബിക്കോസ് ഐ ലൈക്ക് ഹിസ് പ്രോസസ്. ഞാൻ
ഗോപിച്ചേട്ടനെ കാണുമ്പോൾ ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യുമായിരുന്നു, കുറേ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ ഞാൻ ഈ ഗോപിച്ചേട്ടൻ ഇതെങ്ങനെയാണ് ചെയ്തത്, ഈ ഫിലിമിൽ ഈ പരിപാടി എങ്ങനെയാണ് ചെയ്തത്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ടെക്നിക്കലി ആയിട്ടാണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാറുണ്ട്. ഇതും അങ്ങനെ തന്നെ. കാരണം തട്ടത്തുമരയത്തും ഉസ്താദ് ഹോട്ടലും ഒരേ സമയത്താണ് റിലീസായത്. അപ്പോൾ അതിൻ്റെ ചില സ്കോറിൻ്റെ ചില സംഭവങ്ങളെ പറ്റിയും അതെങ്ങനെ ആ പാട്ട് എങ്ങനെ വാതിലിൽ നല്ല പാട്ട് എങ്ങനെ കമ്പോസ് ചെയ്തതൊക്കെ ചോദിച്ച് അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെയാണ് റെക്കോർഡിംഗിലേക്ക് കടന്നത്. ഫസ്റ്റ് വർക്ക് ഗോപിച്ചേട്ടനോടുള്ള ഫസ്റ്റ് ഫിലിം. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. മാപ്പാനി നീസ മാപ്പാനി നീസ മാപ്പാനി നീസ രി പഗമരേ. ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങളിൽ. കൊലുസിൻ മണിയൊലിയുമായി മനസ്സിൻ മധുശാലയിൽ വരുമോ ഒരു പുഴ പോലിന്നു നീ. ഈ പാട്ട് പറഞ്ഞ പോലെ സിനിമ അത്ര വർക്കായില്ല, ഹിറ്റായില്ലെങ്കിൽ ഔട്ട്സൈഡ് ദ മൂവി പാട്ടിനൊരു എക്സിസ്റ്റൻസ്. സത്യമായിട്ടും എനിക്ക് ഇന്റർവ്യൂ നിർത്താൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കരമായിട്ടും, അതായത് ഒരുപാട് മ്യൂസിക്, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ ഇനി അറിയപ്പെടാനില്ല എന്നാൽ പോലും ഞാൻ പറയാണ്, ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറച്ചുകൂടെ അറിയപ്പെട്ട് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ പാട്ടുകൾ. സച്ചിൻ വാര്യർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഞാൻ 10-year പ്ലാൻ ഇതിൽ പറഞ്ഞത് ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. അതാണ് 10 കൊല്ലം ഞങ്ങൾ എന്തായാലും ഒരു 7 കൊല്ലം ഒന്ന് അയച്ചു ജസ്റ്റ് ചെക്ക് ചെയ്യാലോ ആയോന്ന്. ശരിയാ ശരിയാ, നാണം കിട്ടുപോയാലോ. ഇല്ല അപ്പൊ ശ്രമിച്ചാ എന്തായാലും. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. അടിപൊളി. താങ്ക് യു.